ഒരു വ്യാഴവട്ടക്കാലത്തിന്റെ കാത്തിരിപ്പിനൊടുവിൽ തെക്കിന്റെ കാശ്മീരായ മൂന്നാറിന്റെ താഴ്വരകളെ വീണ്ടും നീലപ്പട്ടണിയിച്ച് കുറിഞ്ഞ വസന്തം. പ്രകൃതിയുടെ അപൂർവ ചാരുതയ്ക്ക് ഇത്തവണ വേദിയായിരിക്കുന്നത് ബൈസൺവാലി പഞ്ചായത്തിലെ പ്രകൃതി മനോഹരമായ ചൊക്രമുടി മലനിരകളാണ്. കയ്യേറ്റക്കാരുടെ കൈകളിൽ നിന്ന് റവന്യൂ വകുപ്പ് തിരിച്ചുപിടിച്ച മണ്ണിൽ പശ്ചിമഘട്ടത്തിന്റെ സ്വന്തം നീലക്കുറിഞ്ഞികൾ പൂത്തുലയുമ്പോൾ അത് പ്രകൃതിയുടെ മനോഹരമായ തിരിച്ചുവരവ് കൂടിയാണ്. ഒരു വ്യാഴവട്ടക്കാലത്തിന്റെ കാത്തിരിപ്പിനൊടുവിൽ തെക്കിന്റെ കാശ്മീരായ മൂന്നാറിന്റെ താഴ്വരകളെ വീണ്ടും നീലപ്പട്ടണിയിച്ച് കുറിഞ്ഞി വസന്തം. പ്രകൃതിയുടെ അപൂർവ ചാരുതയ്ക്ക് ഇത്തവണ വേദിയായിരിക്കുന്നത് ഇടുക്കി ബൈസൺവാലി പഞ്ചായത്തിലെ പ്രകൃതി മനോഹരമായ ചൊക്രമുടി മലനിരകളാണ്. കയ്യേറ്റക്കാരുടെ കൈകളിൽ നിന്ന് റവന്യൂ വകുപ്പ് തിരിച്ചുപിടിച്ച മണ്ണിൽ പശ്ചിമഘട്ടത്തിന്റെ സ്വന്തം നീലക്കുറിഞ്ഞികൾ പൂത്തുലയുമ്പോൾ അത് പ്രകൃതിയുടെ മനോഹരമായ തിരിച്ചുവരവ് കൂടിയാണ്. ഇടയ്ക്കിടെ കാഴ്ചവട്ടങ്ങളെ മറയ്ക്കുന്ന കോടമഞ്ഞ്, നനുത്ത മഴത്തുള്ളികളിൽ നനഞ്ഞു നിൽക്കുന്ന പാറക്കെട്ടുകൾ, കാറ്റിനൊപ്പം തലയാട്ടി സഞ്ചാരികളെ സ്വാഗതം ചെയ്യുന്ന കുറിഞ്ഞിപ്പൂക്കൾ. ഇടുക്കിയുടെ വന്യസൗന്ദര്യത്തിന് മാറ്റുകൂട്ടി ചൊക്രമുടി മലനിരകൾ ഇപ്പോൾ വസന്തത്തിന്റെ നീലക്കുറിപ്പുകൾ എഴുതുകയാണ്. ഒരു കാലത്ത് കയ്യേറ്റക്കാരുടെ കൈവശമായിരുന്ന ഭൂമിയാണ് ഇത്. നീതിന്യായ വ്യവസ്ഥയും റവന്യൂ വകുപ്പും ചേർന്ന് കയ്യേറ്റക്കാരിൽ നിന്ന് തിരിച്ചുപിടിച്ച അതേ മണ്ണിലാണ് ഇപ്പോൾ പ്രകൃതി സ്വന്തം നീല പരവതാനി വിരിച്ചിരിക്കുന്നത്. ഒരു 14 വർഷം മുമ്പ് പൂത്തപ്പോൾ ഇതിനേക്കാളും കൂടുതലുണ്ടായിരുന്നു. എന്നാലും ഈ പൂത്ത് വരുന്നേ ഉള്ളൂ. ഇനി ഒരു മാസത്തിനുള്ളിൽ ഈ നീലക്കുറിഞ്ഞി പൂത്ത് ഇവിടെ ഒരു വസന്തം വിരിയും. ബൈസൺവാലിയിൽ ഏകദേശം ബൈസൺവാലിയിൽ നിന്ന് 5 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ ഗ്യാപ്പ് റോഡിൻ്റെ അടിവശം ചൊക്രമുടി കാശ്മീരിൻ്റെ താഴ്വര എന്നറിയപ്പെടുന്ന ഈ കോടമഞ്ഞിൻ്റെ ഇടയിൽ ഈ നീലക്കുറിഞ്ഞി പൂത്തപ്പോൾ അതും ഈ റവന്യൂ ഭൂമിയിൽ നീലക്കുറിഞ്ഞി നല്ല സുന്ദരമായിട്ട് ഇപ്പോൾ പൂത്ത് നിൽക്കുകയാണ്. ഇനിയും പൂക്കുമ്പോൾ ഇതിൻ്റെ ഒരു സുന്ദര മനോഹരമായിട്ട് നല്ല ഒരു കാഴ്ചയാണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഈ നീലക്കുറിഞ്ഞി നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതികൾ ഇത് ഏറ്റെടുത്ത് ഒരു ടിക്കറ്റ് സംവിധാനത്തിൽ ഇതിനെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ കുറിഞ്ഞി കാണാൻ കൂടുതൽ ആൾക്കാരും വരും. അവർക്ക് അവർ നശിപ്പിക്കാതെ പോകാനും ഇതിന് പ്രൊട്ടക്ഷൻ കൊടുക്കാനും നമുക്ക് സാധിക്കും. സ്ട്രോബിലാന്തസ് കുന്തിയാന എന്നറിയപ്പെടുന്ന നീലക്കുറിഞ്ഞികൾ പശ്ചിമഘട്ടത്തിന്റെ മാത്രം സവിശേഷതയാണ്. 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം പൂവിടുന്ന ഈ സസ്യങ്ങളിൽ നിന്നുമാണ് പശ്ചിമഘട്ടത്തിന് നീലഗിരി എന്ന പേര് വന്നത്. ഇതിനു മുമ്പ് കുറിഞ്ഞി വിരുന്നെത്തിയത് 2014-ലാണ്. കൃത്യം 12 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ചൊക്രമുടി പൂക്കളുടെ താഴ്വരയായി മാറുന്നു. തുടർച്ചയായി പെയ്യുന്ന മഴ പൂക്കൾ പൂർണ്ണമായി വിടരുന്നതിന് നേരിയ തടസ്സം സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും മൊട്ടിട്ട് നിൽക്കുന്ന ചെടികളും കോടമഞ്ഞും ചേർന്ന് ചൊക്രമുടിയെ അതിമനോഹരമായ ഒരു ക്യാൻവാസാക്കി മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഇവിടെ വ്യാപകമായിട്ട് പൂത്തു തുടങ്ങി. ഇവിടെ ഏതാണ്ട് എനിക്ക് തോന്നുന്നത് 200-ഓളം ഏക്കർ സ്ഥലം മുഴുവൻ നമ്മൾ ഇനി കുറിഞ്ഞി പൂക്കാൻ തുടങ്ങുന്നതാണ്. ഇവിടെ ഇപ്പോൾ നമ്മുടെ ഈ പുറയിൽ കാണുന്ന ഇവിടെ കാണുന്ന ഒക്കെ മൊട്ടായിട്ട് നിൽക്കുകയാണ്. ഏതാണ്ട് ഇപ്പോൾ കുറച്ച് സ്ഥലത്താണ് നമുക്ക് ഇപ്പോൾ പൂവ് വ്യാപകമായിട്ട് കാണുന്നത്. നമ്മുടെ ഈ മേഖല ഏതാണ്ട് 12 വർഷം മുമ്പാണ് ഇതിനു മുമ്പ് കുറിഞ്ഞി പൂത്തത്. കുറിഞ്ഞി പൂത്ത സമയത്ത് ഈ പ്രദേശം മുഴുവൻ ഏതാണ്ട് നീല വസന്തമായിരുന്നു. ഈ മേഖല മുഴുവൻ, ഈ പാറ മുതൽ താഴെ വരെയുള്ള ഭാഗം മുഴുവൻ നീല വസന്തമായിട്ട് തന്നെ. നമുക്കിവിടെ എത്തിച്ചേരുന്നതിന് വളരെ എളുപ്പമാണ്. ബൈസൺവാലി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈസൺവാലിയിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രദേശത്ത് എത്തിച്ചേരാൻ പറ്റും. അതുപോലെ തന്നെ ഗ്യാപ്പ് റോട്ടിൽ നിന്നും നമുക്ക് തൊട്ടടുത്താണ് ഈ പ്രദേശം. അടിമാലിയിൽ നിന്നും വരുന്നവർക്കൊക്കെ ഒരു നല്ല നയന മനോഹരമായ പ്രദേശമാണ്. ഈ നീലക്കുറിഞ്ഞി ഇല്ലെങ്കിൽ പോലും ഈ പ്രദേശത്ത് വന്നു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ ചെലവഴിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ ഗ്യാപ്പ് റോഡിൽ നിന്ന് ചെമ്മണ്ണാർ ഗ്യാപ്പ് റോഡ് വഴി 1.5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ചൊക്രമുടിയിലെ ഈ നീല വസന്തത്തിലെത്താം. ബൈസൺവാലി, രാജകുമാരി, രാജാക്കാട് എന്നീ പഞ്ചായത്തുകളിൽ നിന്നും ഇവിടേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാനും സൗകര്യമുണ്ട്.
മഴ മാറി വെയിൽ തെളിയുന്നതോടെ വരും ദിവസങ്ങളിൽ ചൊക്രമുടി പൂർണ്ണമായും നീലക്കടലായി മാറും. പ്രകൃതി ഒരുക്കിയ ഈ അപൂർവ ദൃശ്യവിരുന്ന് ആസ്വദിക്കാൻ ഇതിനകം തന്നെ സഞ്ചാരികളുടെ ഒഴുക്ക് തുടങ്ങിക്കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, അടിമാലി.